ഓം ശാന്തി. ഞാൻ ഏകാഗ്രതയോടെ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വയം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഭ്രുകുടി മധ്യത്തിൽ ഒരു പ്രകാശബിന്ദുവിൽ ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞാനൊരു തിളങ്ങുന്ന ജ്യോതിബിന്ദു നിരാകാർ ആത്മാവാണ്. ഈ ശരീരം ധാരണ ചെയ്ത് ഈ സൃഷ്ടി ഡ്രാമയിൽ ഞാൻ എൻ്റെ റോൾ പ്ലേ ചെയ്യുകയാണ്. പരമധാമമാണ് എൻ്റെ വീട്. അനേകാത്മാക്കളുടെ കൂടെ ഞാൻ വേറെ വേറെ പാർട്ട് പ്ലേ ചെയ്യുന്നു. എൻ്റെ മനസ്സിൻ്റെ കണ്ണുകൾ പരമധാമത്തിലിരിക്കുന്ന സുപ്രീം സോൾ ശിവബാബയിൽ സ്ഥിതമാകുന്നു. ബാബ പവിത്രതയുടെ സൂര്യനാണ്, ശക്തികളുടെയും സൂര്യനാണ്. ബാബയുടെ ദിവ്യ കിരണങ്ങൾ ഞാൻ ആത്മാവിൽ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങളുടെ യോഗാഗ്നിയിലൂടെ ഞാൻ ആത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ ഓരോന്നായി പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം ഇതെല്ലാം ഓരോന്നായി എന്നിൽ നിന്നും വിട പറയുന്നു. ജന്മജന്മങ്ങളായി ഞാൻ ആത്മാവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വികാരങ്ങളുടെ കറകൾ തീർത്തും ഇല്ലാതാകുന്നു. യോഗാഗ്നിയിൽ കത്തി നശിച്ച് വികാരങ്ങളുടെ മുഴുവൻ കറകളും മാറിയിരിക്കുന്നു. ഞാൻ ആത്മാ വീണ്ടും ശുദ്ധവും നിർമ്മലവും പാവനവുമാക്കുന്നു. ഞാനിപ്പോൾ സർവകാമനാജീതാണ്, നിർലോഭിയാണ്, നിരഹങ്കാരിയാണ്, നിർമോഹിയുമാകുന്നു. എന്നിൽ പവിത്രത, സ്നേഹം, മുക്തി ബാക്കിയായിരിക്കുന്നു. സർവവികാരങ്ങളിൽ നിന്നും സർവ പാപങ്ങളിൽ നിന്നും ഞാൻ മുക്തമായിരിക്കുന്നു. സൃഷ്ടിയുടെ ആദിയിൽ ഞാൻ ദേവതയാകണം, സത്വപ്രധാനമാകണം. ആത്മാവും സത്വപ്രധാനമാകണം, ശരീരവും സത്വപ്രധാനമാകണം. ഞാൻ മായയുടെ എല്ലാ അവഗുണങ്ങളെയും ത്യാഗം ചെയ്ത് മഹാപാപങ്ങളിൽ നിന്നും ഒഴിവാകുന്നു. പാപത്തിൻ്റെ പേരും ലക്ഷണവും ഇല്ല.
അല്പം പോലും ദുഃഖമില്ല. മുഴുവൻ പ്രകൃതിയും സുഖദായിയാകുന്നു. ഈ ഡ്രാമ മുമ്പോട്ടു പോകുന്നു. ഞാൻ ദിവസവും എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ ചാർട്ട് ബാബയ്ക്ക് സമർപ്പിക്കുന്നു. ജ്ഞാനത്തിൽ വളരെ തീക്ഷ്ണമായി മുന്നോട്ടു പോകുന്നു. ദേഹി അഭിമാനിയായി മുന്നോട്ടു പോകുന്നു. സ്വയം ഓൾമൈറ്റി പതിത പാവനൻ ശിവപരമാത്മാ മുഖ്യ ആക്ടറിന്റെ രൂപത്തിൽ ഡ്രാമ സ്റ്റേജിൽ അവതരിച്ച് എൻ്റെ എല്ലാ പാപകർമ്മങ്ങളും നശിപ്പിക്കുന്നു. ഞാൻ ആത്മാ ജ്ഞാനത്തിൽ തീക്ഷ്ണമായി മുന്നോട്ടു പോകുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ഞാൻ ദൈവിക സമ്പ്രദായത്തിലേതാകുന്നു. ബാബ എന്നെ ശ്രേഷ്ഠാചാരിയാക്കി മാറ്റുന്നു. ഞാൻ എൻ്റെ പൂർണ്ണ പരിശോധന ചെയ്യുന്നു. ഞാൻ ദേവതയായി മാറുന്നു. ദിവസവും എൻ്റെ കണക്ക് നോക്കുന്നു. എന്നിൽ യാതൊരു വികാരവും ഉണ്ടായില്ലല്ലോ എന്ന്. പതികളുടെയും പതിയായ പരമാത്മാവിനെ ഞാൻ ഓർമ്മിക്കുന്നു. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. സ്വയം ചെക്ക് ചെയ്യുന്നു. എന്നിൽ നിന്നും ഒരു മോശമായ പ്രവൃത്തിയും ഉണ്ടാകുന്നില്ലല്ലോ എന്ന്. ഞാൻ റിഫ്രഷ് ആകാൻ ബാബയുടെ അടുക്കൽ വന്ന് മുരളി കേൾക്കുന്നു. മുന്നോട്ടു പോകവേ അനേകം പാട്ടുകൾ കാണുന്നു. ബാബ ആത്മീയ സേവനം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആത്മീയ സേവനം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം എൻ്റേതും കൂടിയാണ്. ഞാൻ പരിധിയില്ലാത്ത ബാബയുടെ സന്മുഖത്തിലിരിക്കുകയാണെന്ന ലഹരിയിലാണ്. ദേഹധാരികളിൽ നിന്നും ബുദ്ധിയോഗം മാറ്റുന്നു. ശിവബാബയുടെ രഥത്തെ ഞാൻ വളരെയധികം ആദരിക്കുന്നു. ബാബയോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ബാബ, ഞാൻ ഒരിക്കലും മോശകർമ്മങ്ങൾ ചെയ്യില്ല. ഓർമ്മയുടെ മത്സരത്തിലൂടെ ഞാൻ കർമാതീത അവസ്ഥ നേടുന്നു. ആത്മീയ സേവനത്തിൽ തത്പരനായിരിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ഫോളോ ഫാദർ എന്ന പാഠത്തിലൂടെ പ്രയാസത്തെ സഹജമാക്കുന്ന തീവ്ര പുരുഷാർത്ഥിയാകുന്നു. തെറ്റുകളില്ലാത്ത ഏകരസ തീവ്ര പുരുഷാർത്ഥിയായി മാറുന്നു. ഫോളോ ചെയ്ത് സമയവും ശക്തിയും സംരക്ഷിക്കുന്നു. സമ്പാദ്യമുണ്ടാക്കുന്നു. സത്യതയും ശുദ്ധതയും ധാരണ ചെയ്യുന്നതിന് തൻ്റെ സ്വഭാവത്തെ സരളമാക്കുന്നു. ബാബ പറഞ്ഞു തരികയാണ്, ഭാവനയും ജ്ഞാനവും സ്നേഹവും യോഗവും ഇത് രണ്ടിൻ്റെയും
സന്തുലനം ചെയ്ത് പരിധിയില്ലാത്ത വിശ്വമംഗളകാരിയാകൂ. ഓം ശാന്തി.